എന്റെ ഫിഗർ എന്റെ മുഖം ബൂത്തുകളിൽ താരമായി ടിക്കാറാം മീണ. പരാതിയുമായി മുന്നണികൾ. പഴയ കാർഡ്ബോർഡ് പെട്ടികളിലെ മറവിൽ ഇപ്പോൾ വോട്ട് ചെയ്യേണ്ട. ഇലക്ഷൻ കമ്മീഷന്റെ മനോഹര ബോർഡിനുള്ളിൽ വോട്ട് ചെയ്യാം. ബൂത്തിന് പുറത്തെ ചുവരുകളിലെ പോസ്റ്ററുകളിൽ ടിക്കാറാം മീണ മയം. സംസ്ഥാനത്ത് വോട്ടിംഗ് പുരോഗമിക്കുകയാണ്. ഇത്തവണ വോട്ടിങ്ങിന് എത്തിയവർക്കെല്ലാം പുതിയ അനുഭവമാണ് ബൂത്തുകളിൽ കാണാൻ കഴിയുന്നത്. പോളിംഗ് ബൂത്തിന് പുറത്ത് നിറയെ അവബോധ പോസ്റ്ററുകൾ, അതും മലയാളത്തിൽ. നല്ല കാര്യം. എന്നാൽ എല്ലാ പോസ്റ്ററുകളിലും സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസർ ടിക്കാറാം മീണയുടെ ഫോട്ടോയുണ്ട്. ഇത് പല മുന്നണികളെയും അസ്വസ്ഥരാക്കിയിട്ടുണ്ട്. സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ ബൂത്തിൽ നിന്ന് വളരെ ദൂരെ സ്ഥാപിക്കണമെന്ന നിർദ്ദേശം നിലനിൽക്കെയാണ് മീണയുടെ ഫോട്ടോകൾ ബൂത്തുകളിൽ പതിപ്പിച്ചിരിക്കുന്നത്. ഇതിനെതിരെ ഇപ്പോൾ തന്നെ പരാതി ഉയർന്നിട്ടുണ്ട്. അതേസമയം ഞായറാഴ്ച കേരളത്തിലിറങ്ങിയ പത്രങ്ങളിൽ സ്വന്തം ചിത്രം വെച്ച് പരസ്യം നൽകിയതിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ടിക്കാറാം മീണയ്ക്കെതിരെ പരാതിയും നൽകിയിട്ടുണ്ട്. മീണയുടെ നടപടി സുപ്രീം കോടതി മാർഗനിർദ്ദേശങ്ങളുടെ ലംഘനമാണെന്നും പരാതിയിൽ പറയുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ടാണ് ടിക്കാറാം മീണ പത്രങ്ങളിൽ പരസ്യം നൽകിയത്. ഹൈക്കോടതിയിലെ അഭിഭാഷകനായ കൃഷ്ണദാസാണ് പരാതി നൽകിയത്. തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് എല്ലാ പരാതികളും നൽകേണ്ടത് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർക്കാണ്. അതിനാലാണ് മീണയ്ക്ക് തന്നെ പരാതി നൽകിയത്. ഏപ്രിൽ 21 മലയാളം അടക്കമുള്ള എല്ലാ ഭാഷാ ദിനപത്രങ്ങളിലും നൽകിയ പരസ്യത്തിൽ ടിക്കാറാം മീണയായിരുന്നു. തുടർന്ന് ബീഹാറിലെ മുൻ തിരഞ്ഞെടുപ്പ് ഓഫീസറും സാഹിത്യകാരനുമായ NS മാധവൻ വിമർശിച്ചിരുന്നു. മീണയുടെ നടപടി അനുചിതവും അന്തസ്സിന് കോട്ടം തട്ടുന്നതുമാണെന്നാണ് മാധവൻ തന്റെ ട്വിറ്റർ അക്കൗണ്ടിൽ കുറിച്ചത്. ഞായറാഴ്ച കേരളത്തിൽ ഇറങ്ങിയ പത്രങ്ങളിലാണ് മീണയുടെ ചിത്രം ഉൾപ്പെടുത്തിയ ചിത്രങ്ങൾ പ്രചരിച്ചത്. വോട്ടർമാർക്ക് ഉപയോഗിക്കാവുന്ന തിരിച്ചറിയൽ രേഖകൾ ഏതൊക്കെയാണെന്ന് ബോധവൽക്കരിക്കുന്ന പരസ്യങ്ങളാണ് മീണ പ്രസിദ്ധീകരിച്ചത്. ശബരിമല വിഷയം പ്രചാരണ വിഷയം ആക്കരുതെന്ന അഭിപ്രായത്തോടെയാണ് ടിക്കാറാം മീണ ശ്രദ്ധേയമായത്. എന്നാൽ BJP ഇത് തള്ളിക്കളഞ്ഞ് രംഗത്തെത്തിയതോടെ ശബരിമല വിഷയം സജീവമായി. അതിനിടെ BJP നേതാക്കൾ ടിക്കാറാം മീണയുടെ നിലപാടിനെതിരെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. BJP സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ള ഇരട്ടത്താപ്പുകാരനാണെന്ന് വിമർശിച്ച് ടിക്കാറാം മീണ അടുത്തിടെ രംഗത്ത് വന്നതും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്ന വിവാദ പരാമർശങ്ങൾ നടത്തിയ ശേഷം ഫോണിൽ വിളിച്ച് തന്നോട് മാപ്പ് പറയുകയും അതിനുശേഷം പുറത്തുപോയി വേറൊന്ന് പറയുകയും ഇതാണ് ശ്രീധരൻപിള്ള ചെയ്യുന്നത്. ശ്രീധരൻപിള്ള 2 പ്രാവശ്യം തന്നെ വിളിച്ച് മാപ്പ് പറച്ചിൽ നടത്തിയിരുന്നുവെന്ന് ഒരു പ്രമുഖ ചാനലിന്റെ പരിപാടിയിൽ ടിക്കാറാം മീണ വെളിപ്പെടുത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.